കർത്താവിൻ്റെ വചനത്തിൽ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞ് 3 കാര്യം പറയുന്നുണ്ട്. ആരാ ഭാഗ്യവാന്മാർ? ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർ, വായിച്ച് കേൾപ്പിക്കുന്നവർ, അത് കേട്ടിരിക്കുന്നവർ, അത് പ്രമാണിക്കുന്നവർ. ഈ 3 പേരും ഭാഗ്യവാന്മാരെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമൈതലേ, വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം. അത് വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണം. നിങ്ങളുടെ കുടുംബക്കാർ കേൾക്കട്ടെ, നിങ്ങളുടെ ചാർച്ചക്കാർ കേൾക്കട്ടെ. ആ വചനം കേട്ടിരിക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കും, അവരും ഭാഗ്യവാന്മാരായി തീരുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. എന്നെ കേൾക്കുന്ന ആ ദൈവമൈതലേ, വചനം കേൾക്കുക മാത്രം ചെയ്യാതെ കർത്താവിൻ്റെ വചനം പറയുന്നു, വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ ചതിക്കാതെ പ്രമാണിക്കുന്നവരുമായി തീരുവാനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. കേട്ടിരുന്നാലും അനുഗ്രഹം ലഭിക്കും, അതെ, വായിച്ചാലും അനുഗ്രഹം ലഭിക്കും. പക്ഷെ അതിൻ്റെ യഥാർത്ഥ അനുഗ്രഹം നമ്മുടെ മേൽ സിദ്ധിക്കണമെങ്കിൽ അത് പ്രമാണിക്കുന്നവരായി തീരണം. ഉറക്കെ വായിക്കുന്നത് നല്ലതാണ്, ആമേൻ, സ്തോത്രം, കേട്ടിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളത് പ്രമാണിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും. നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ ആ വചനം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് വചനധ്യാനം, വചനം വായിക്കുകയല്ല, വചനം ധ്യാനിക്കുന്നത് നമ്മുടെ സ്വഭാവമായിരിക്കണം. ദൈവത്തിൻ്റെ വചനം ജീവനാകുന്നു, അത് ചൈതന്യമാകുന്നു, അത് ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു. അത് ആത്മാവിനെ, പ്രാണനെ, സന്ധിമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു കയറി ചെല്ലുന്നതാകുന്നു. അത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും നിലവുകളെയും വിവേചിക്കുന്നതാകുന്നു. അതുകൊണ്ട് ആ വചനം ധ്യാനിക്കണം, അത് നമ്മുടെ ഹൃദയത്തിൽ മേൽ ക്രിയ ചെയ്യണം. വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം. വചനധ്യാനം നമ്മുടെ ക്യാരക്ടറാണെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെയും ഷെയ്പ്പ് ചെയ്യും, നമ്മുടെ ക്യാരക്ടറിനെ ഷെയ്പ്പ് ചെയ്യും. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ആമേൻ, സ്തോത്രം, വചനം ധ്യാനിക്കുക മാത്രം പോരാ, അത് പ്രമാണിക്കുന്നവരുമായി തീരും. വചനത്തെ റിസീവ് ചെയ്താട്ടെ. ആമേൻ, സ്തോത്രം. കേൾക്കുന്ന വചനം ആമേൻ പറഞ്ഞ് അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയാകരുത്. ഇന്ന് പകലിൽ ഒരു തീരുമാനമെടുക്കാവോ? വചനധ്യാനം നിങ്ങളുടെ സ്വഭാവമായി തീരുവാൻ.